ഒരു മിനിറ്റ്. ക്യാമറ അപ്പോൾ ഗായ്സ്, 9 years ago I married the best person. 9 years, 9 വർഷമായി ഞാനൊരു നല്ല ഒരു ജീവിത പങ്കാളിയുടെ കൂടെ പിന്നെ യാത്ര തുടങ്ങിയിട്ട് ഇന്നേക്ക് 9 വർഷം. ഏപ്രിൽ 6. ഹംദില്ല ഹംദില്ല ഹംദില്ല. അപ്പോൾ മുത്തുമണിയെ പറയൂ, എന്താണ് പറയൂ, ജീവിതത്തിനെ കുറിച്ചിട്ട് പറയൂ, എന്താണ് വിശേഷങ്ങളൊക്കെ പറയേ. എന്റെ ജീവിതത്തിനെ വെച്ചിട്ട് പറയുന്നത് അൽഹംദുലില്ലാ. ഇവിടെ പറയൂ, എങ്ങനെ പോകുന്നു, എന്താണ് 9 വർഷത്തെ പിന്നെ ഐ ആം വെരി സോറി 9 വർഷത്തെ എന്തിപ്പാ അൽഹംദുലില്ലാ എല്ലാ ഹയറിൽ പോകുന്നുണ്ട്. ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ലാതെ പോകുന്നു അൽഹംദുലില്ലാ. എന്റെ സുഖത്തിലും ദുഃഖത്തിലും പിന്നെ ജീവിതല്ലേ, ദുഃഖത്തിൽ കൂടുതലല്ലേ ജീവിതല്ലേ, ജീവിതത്തില് സുഖത്തിലും ഏറ്റവും കൂടുതൽ ദുഃഖത്തിലും കൂടെ നിന്ന ഒരാളാണ്. അൽഹംദുലില്ലാ 9 വർഷം എന്തായാലും പൂർത്തീകരിച്ച് കൂടെ ഉണ്ടല്ലോ. ഇനി ഒരുപാട് വർഷം ഇങ്ങനെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉണ്ടാവട്ടെ, പഠിച്ചവനോട് ദുആ ചെയ്യുന്നു. നിങ്ങളെല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം, പ്രാർത്ഥിക്കണം സന്തോഷത്തിനും. പിന്നെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും കടന്നാണ് എല്ലാ മനുഷ്യരും ഒരു ഘട്ടം കഴിഞ്ഞാണ് മറ്റൊരു ഘട്ടത്തിലോട്ട് എത്തുന്നത്. അതുപോലെ തന്നെ അൽഹംദുലില്ലാ. അപ്പോൾ അൽഹംദുലില്ലാ ഏനും പിന്നെ ഒരുപാട് വർഷം ജീവിക്കാൻ സന്തോഷത്തോടെ കഴിഞ്ഞു പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉണ്ടാവണം. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ്, ബൈ. അപ്പോൾ പിന്നെ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻട്രൊഡക്ഷൻസ് ഒന്നുമില്ല. കാരണം സ്റ്റാർട്ടിങ് തന്നെ ഞങ്ങളുടെ ആനിവേഴ്സറിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഞങ്ങളുടെ മാരേജും ആനിവേഴ്സറിയും ലൈഫിലുണ്ടായ ഒരുപാട് ജസ്റ്റ് കുറച്ച് ലൈക്ക് അത്രേ മാത്രമേ പറയുന്നുള്ളൂ. ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇനിയും സമയമുണ്ടല്ലോ, ഒരുപാട് സമയമുണ്ടല്ലോ. അപ്പോൾ ഇത് ഞങ്ങളുടെ 9ാമത്തെ ആനിവേഴ്സറിയാണ്. അൽഹംദുലില്ലാ, താങ്ക് യു സോ മച്ച്. ഞങ്ങളിവിടെ ഷാർജ അൽസഹിയ പാർക്കിൻ്റെ അടുത്താണ് വന്നിട്ടുള്ളത്. ഈ പ്ലേസിൽ ഒരുപാട് നമുക്ക് റീൽസ് എടുക്കാം, ഫോട്ടോഷൂട്ട്സ് എല്ലാം എടുക്കാം. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സ്ഥലം തന്നെ ചൂസ് ചെയ്തത്. കാരണം ഇത് ഞങ്ങളുടെ റൂമിൻ്റെ അടുത്തായിട്ട് തന്നെ വരും. പിന്നെ നല്ല വ്യൂസും ഫോട്ടോസും എല്ലാം എടുക്കാമല്ലോ. ഒരുപാട് നല്ല സീനറീസ് എല്ലാം ഇവിടെ ഉണ്ട്, അതൊക്കെ എടുക്കാം. പക്ഷേ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും ഈ വ്ളോഗിൽ ഞാനൊന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കാരണം ഓൾറെഡി ഞാൻ പെരുന്നാൾക്ക് ഇതേ സ്ഥലത്താണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഡിഫറെൻറ്റ് സെക്ഷൻസ് ഉണ്ട്. പെരുന്നാൾക്ക് വന്ന സ്ഥലം സെയിം പ്ലേസ് ആണ്, പക്ഷേ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ പ്ലേസ് ആണ്. സോ ഈ സ്ഥലവും ആ സ്ഥലവും ഒരുമിച്ച് ഞാൻ കാണിക്കുന്നില്ല. ഓക്കെ, സോ ഞങ്ങളിവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഫോട്ടോഷൂട്ടാണ്. പിന്നെ വ്ളോഗ്സ് എടുക്കണം, വ്ളോഗ്സ് എല്ലാം റീൽസും കൂടി എടുക്കണം. നമ്മളെ ഷോർട്സിലും ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാത്തിനും വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചെറിയ വീഡിയോസ് എന്തായാലും വേണം. സോ ഈ പ്ലേസ് ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും, എൻ്റെ വ്ളോഗിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഗ്രീനറീസ്, ഫുള്ള് പച്ചപ്പ് നിറഞ്ഞ സ്ഥലം. എന്താണെന്ന് എനിക്കറിയില്ല, ബട്ട് ഐ റിയലി ലവ് ദിസ് പ്ലേസ്. എനിക്ക് ഗ്രീനറി ഉള്ള സ്ഥലം ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ്. സോ നിങ്ങൾക്ക് ഞാൻ ആകാശം കാണിക്കുന്നുണ്ട് ഗായ്സ്, നോക്കൂ ഗായ്സ്. പിന്നെ ഞാൻ ജുബീൻ്റെ കുറച്ച് വീഡിയോസ് എടുക്കുമ്പോൾ എന്നോട് പറയുന്നത്, നീ എന്നെ കാണിക്കണ്ടേ, നമുക്ക് ഒരുപാട് ഫോട്ടോസെല്ലാം എടുക്കാണ്ട്, ഇപ്പോൾ ലൈക്ക് ടൈം ഒരുപാടായി. ഞങ്ങൾ വരുമ്പോൾ തന്നെ ഓൾറെഡി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ലേറ്റായി ഓൾറെഡി വരുമ്പോൾക്ക്. ആനിവേഴ്സറീൻ്റെ ഫോട്ടോഷൂട്ട്സൊക്കെ എടുക്കണം. ഇപ്പം ഞാനും ജുബിയും മാത്രമാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു മൂവി കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ മൂവിനെ പറ്റിയിട്ടുള്ള റിവ്യൂ ഞാൻ പിന്നെ പറയാം. ഓക്കെ,
അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്കിത് സർപ്രൈസ്ഡ് ആണ് ഗൈസ്. സർപ്രൈസ് എന്നോട് പറഞ്ഞ് നമ്മ അത്ര വലിയ ആഘോഷമായിട്ടൊന്നും ആനിവേഴ്സറി ആഘോഷിക്കുന്നില്ല. ജസ്റ്റ് ഫോട്ടോസും എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ പോസ്റ്റ് ആക്കുക, പിന്നെ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുക, കേക്ക് വേണോ വേണ്ടേ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. എന്നോട് ഒട്ടും പറഞ്ഞിട്ടില്ല ഇതിനെ പറ്റിയിട്ട്. എന്നിട്ട് ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞിട്ട് റൂമിൽ വന്ന് ഞാൻ റൂമിലോട്ട് ഇരുന്ന് എന്നിട്ട് എന്നോട് താഴേക്ക് വരാൻ പറഞ്ഞു. റൂമിൻ്റെ താഴേക്ക് വരാൻ പറഞ്ഞിട്ട് നോക്കുമ്പോൾ ഉണ്ടല്ലോ ജുബിൻ്റെ ഫ്രണ്ട്സും ഫ്രണ്ട്സിൻ്റെ ഫാമിലീസും കയ്യിൽ ഒരുപാട് ഗിഫ്റ്റ്സും. ഞാൻ ആകെപ്പാട് ഷോക്കായി. ഓ മൈ ഗോഡ്, മാഷാല്ലാ, അൽഹംദുലില്ലാ ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. 9ാമത്തെ കൊല്ലമാണ് കല്യാണം കഴിഞ്ഞിട്ട്. ഞാൻ വിചാരിച്ചു 10ാമത്തെ കൊല്ലത്തിൽ നമുക്ക് അടിച്ച് പൊളിച്ചിട്ട് ആഘോഷിക്കാമെന്നല്ലോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷവും ഞാൻ അങ്ങനെ വിചാരിക്കുന്ന മാത്രമേ ഉള്ളൂ. ഓരോന്ന് പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും നമുക്ക് ആഘോഷിക്കാനും പറ്റുന്നില്ല. സോ ഇതെനിക്ക് അൽഹംദുലില്ലാ ഒരു വിചാരിക്കാത്തൊരു സംഭവമാണ് എനിക്ക് കിട്ടിയത്. ജുബി നല്ലോണം കഷ്ടപ്പെട്ടു എനിക്ക് വേണ്ടിയിട്ട് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിലാണ് ഈ സംഭവം ഉള്ളത്. അവരോട് പറഞ്ഞ് എൻ്റെ ഡ്രസ്സിൻ്റെ തീമിലുള്ള ബലൂൺസും ബാക്ക്ഗ്രൗണ്ടും എന്നോട് പറഞ്ഞ് നീ ഈ ഡ്രസ്സ് ഇട്ടോ, ഇത് നല്ല ചേരുന്നുണ്ട്. ഞാൻ പെരുന്നാൾക്ക് എടുത്ത ഡ്രസ്സാണ്. പെരുന്നാൾക്ക് 2 ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്ത ഡ്രസ്സാണ്. എനിക്ക് ലൈക്ക് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് തന്നെ എടുത്ത ഡ്രസ്സൊന്നും അല്ല. ഓക്കെ, സോ ഇത് ഫ്രണ്ട്സിൻ്റെ ഗിഫ്റ്റാണ്. ഞങ്ങളുടെ ഫോട്ടോസും പിന്നെ ഒരുപാട് ലൈക്ക് എന്താ പറയുക, എനിക്ക് ഒരുപാട് ഇഷ്ടമായി ആ കേക്കും. മൈ ഗോഡ്, ഐ റിയലി ലവ് ദ കേക്ക്. കളറും എല്ലാം ഇഷ്ടമായി. ഫ്രണ്ട്സിൻ്റെ ഫാമിലീസും എല്ലാവരും ഉണ്ട്. ഇവിടെ ഞാൻ സൗണ്ടൊന്നും ഞാൻ കേൾപ്പിക്കുന്നില്ല. എനിക്ക് നിങ്ങൾക്ക് സൗണ്ടെല്ലാം കേൾപ്പിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മ്യൂസിക് ഉണ്ട്. മ്യൂസിക് കാരണം എനിക്കൊന്നും നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരും. അതാണ് മെയിൻ പ്രശ്നം, വേറെ ഒന്നുമല്ല. സോ ഐ ഹോപ്പ് എനിക്ക് ലൈക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ കൊച്ചു ലൈക്ക് മൂമെൻറ്റ്സ് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഞങ്ങളുടെ മൂമെൻറ്റ്സും ഫ്രണ്ട്സൊക്കെ വന്നിട്ടാകുമ്പോൾ ഒരുപാട് സന്തോഷമായി എനിക്ക്. കാരണം നാട്ടിലിരിക്കുമ്പോഴേക്ക് ഞങ്ങളുടെ ഫാമിലീസും എൻ്റെ വീട്ടുകാരും ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും ഒരുമിച്ച് ഞങ്ങൾ ആഘോഷിച്ചുകൊണ്ടായതാണ്. ഇപ്പോൾ 4 വർഷമായി ഞാൻ ദുബായിൽ സെറ്റിലായിട്ട്. ഈ 4 വർഷത്തിൽ എനിക്ക് എൻ്റെ ഫാമിലീസിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഈ ഫ്രണ്ട്സൊക്കെ വന്നിട്ടാകുമ്പോഴേക്ക് എൻ്റെ ആ ഒരു മിസ്സിങ്ങും എല്ലാം ലൈക്ക് എനിക്ക് ഒരുപാട് ഒരു ഡീപ്പ് ഇമോഷനിൽ ഞാൻ പോയി. കാരണം എൻ്റെ ഉമ്മാനെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു. എൻ്റെ ഫാമിലി, എൻ്റെ സിസ്റ്റർ, എൻ്റെ ഹസ്ബൻഡ് ഫാമിലി എല്ലാവരും എനിക്ക് നല്ല സർപ്രൈസ് തരും. ഓക്കെ, എൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും ആനിവേഴ്സറി അവർ നല്ലോണം എനിക്ക് സർപ്രൈസ് തരാറുണ്ട്. ഈ ടൈമിൽ ഞാൻ അവരെ നല്ലോണം മിസ് ചെയ്തു. പക്ഷേ ഫ്രണ്ട്സ് കാരണം ആ ഒരു മിസ്സിങ് ഇല്ല എന്ന് പറയാം. കുറച്ച് കളിക്കാർ